ദുആ അമ്മാ ഫീ മഖാമി ദുആ ഫലാ വാസിതത ബൈനി വബൈനക ഫലാ വാസിതത ബൈനി വബൈനക. അല്ലാഹു ഇവിടെ ഒരു നിലപാട് സ്വീകരിക്കാൻ, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം, എന്റെ ദാസ, ഒരിക്കലും നമുക്കിടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 100-ാം വാർഷികമെന്ന് അവകാശപ്പെട്ട് ഇവർ നടത്തിയ ആ പരിപാടിയിലാണ് അനസ് മൗലവി ഈ പ്രസംഗിക്കുന്നത്. ദുആ ചെയ്യുന്ന സമയത്ത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വേളയിൽ മഹാന്മാരെ മുൻനിർത്തി തവസ്സുലാക്കി ദുആ ചെയ്യാൻ പറ്റുമോ? മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ഇതാണല്ലോ സുന്നികൾ ചെയ്യുന്ന തവസ്സുല്. ഇത് പാടില്ല എന്ന് പറയാൻ ഇദ്ദേഹം കാലങ്ങളായി എല്ലാ പ്രഭാഷണങ്ങളിലും എന്ന് പറയാവുന്ന വിധം ആവർത്തിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഇബാറത്താണ് അദ്ദേഹം വായിച്ചത്. ഏതാണ്? വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന ഇബാറത്താണ് അദ്ദേഹം അവിടെ വായിക്കുന്നത്, തഫ്സീറാണ് വായിക്കുന്നത്. അതേതാണ്? كأنه سبحانه وتعالى يقول عبدي أنت إنما تحتاج إلى الواسطة في غير وقت الدعاء أما في مقام الدعاء فلا واسطة بيني وبين. ഇതിനെയാണ് ഇദ്ദേഹം വളരെ മോശമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. എന്താണ് സംഭവം? മഹാന്മാരോടുള്ള ദുആ വേളയിൽ വാസിത്വ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. കടുത്ത തെറ്റാണ്, ഉപ്പ് ചേർക്കാത്ത കളവാണത്. ഇത് ഇയാൾ മാത്രമല്ല, എടവണ്ണയിൽ നടന്ന സംവാദം, തവസ്സുലുമായി ബന്ധപ്പെട്ട് നടന്ന സംവാദമാണ്. ആ സംവാദത്തിലും അവിടെ വിഷയം അവതരിപ്പിച്ച നസീറുദ്ദീൻ റഹ്മാനി ഇത് പറയുന്നുണ്ട്. പറഞ്ഞ ഉടനെ തന്നെ അത് കൃത്യമായിട്ട് പിടികൂടുകയും ചെയ്തു. അപ്പോൾ പിന്നെ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി അത് ഈ കളവ് ആവർത്തിക്കൂല എന്ന്. പക്ഷേ ഈ അടുത്ത് നടന്ന അവരുടെ 100-ാം വാർഷികത്തിൽ ഇയാൾ വീണ്ടും ഇത് തന്നെയാണ് അനസ് മൗലവി പ്രസംഗിക്കുന്നത്. ഏതായാലും എടവണ്ണ സംവാദത്തിലെ വളരെ രസകരമായ ആ സംഭവം നമുക്കൊന്ന് കാണാം. എന്നിട്ട് എന്താണ് അവിടെ യഥാർത്ഥത്തിലുള്ളത് എന്ന് വിശദീകരിക്കാം. PMA സലാം പറഞ്ഞത് ശരിയായി പോരാ. അത് മാത്രല്ല, ഇനി നിങ്ങൾക്ക് കാണാം ഇമാം റാസിയുടെ തഫ്സീർ നോക്ക്. ആ തഫ്സീറിലും അതേ വിഷയം തന്നെ വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അതെന്താണ് അദ്ദേഹം പറയുന്നത്? എന്റെ അടിമകളെ, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? അമ്മാ ഫീ മഖാമി ദുആ, ദുആഇന്റെ മഖാമിൽ ഫലാ വാസിത്തത ബൈനി വബൈനക, നിനക്കും എനിക്കും ഇടയിൽ ഒരു വാസിത്ത വേണ്ട, അല്ലേ? വാസിത്ത വേണ്ട. പക്ഷെ നിങ്ങൾ എന്താ പറഞ്ഞത്? വേണം, വാസിത്ത വേണമെന്ന് മാത്രമല്ല, അവരോടാണ്. എങ്ങനെയുണ്ട്? ഇത് ആവർത്തിച്ചു. നമ്മുടെ ഉസ്താദുമാർ ഇവരീ പറയുന്ന തട്ടിപ്പുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണല്ലോ. ഉടനെ തന്നെ തൊട്ടടുത്ത സമയം അതിന് മറുപടി പറയാൻ എഴുന്നേറ്റ ബഹുമാന്യനായ MT അബൂബക്കർ ദാരിമി ഉസ്താദ് കൃത്യമായി പ്രതിരോധിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് അടുത്ത ഊഴത്തിൽ വായിക്കൂ, അപ്പോൾ പറയാം. കാരണം അത് ചോദ്യമായിട്ട് പറഞ്ഞതല്ലാത്തത് കൊണ്ട്. ഏതായാലും ദാരിമി ഉസ്താദിന്റെ ഇതിനുള്ള മറുപടിയുടെ ഒരു അല്പഭാഗം നമുക്ക് കേൾക്കാം. അതിനിടയിൽ തവസ്സുലാക്കാൻ പറ്റൂലേ? അതാണ് വിഷയം. പിന്നെ റാസി ഇമാമിന്റെ ഇബാർത്തിയാണെന്ന് ശരിയാക്കി തരാം. ദുആയിൽ വാസിത്ത വേണ്ട, അബ്ദിന്റെ ദുആയിൽ വാസിത്ത വേണ്ട, വസീല ഉപയോഗപ്പെടുത്തേണ്ട, വസീലയെ മുൻനിർത്തണ്ട എന്ന് റാസിയുടെയും ഇത്ഖാനിന്റെയും ഇബാർത്തിൽ ഇല്ലേ? ഇല്ല. തെളിയിക്കാൻ കഴിയും നിങ്ങൾക്ക്? എവിടെയാണ് റാസിയുടെ ഇബാർത്തിലുള്ളത്? എവിടെയാണ് ഇത്ഖാനുള്ളത്? വെറുതെ എന്തിനാ ഈ വിഡ്ഢിത്തരം പറയുന്നത്? പിന്നെ ഈ കുറെ 5 മിനിറ്റ് ഞങ്ങളെ കളിയാക്കി. റഹ്മാൻ ഇപ്പൊ നമുക്കറിയാം, മംഗലാപുരത്ത് നമ്മളൊരു സംവാദത്തിന് വന്ന ആളാണ്. അന്ന് ഈ കൂട്ടര് മുശ്രിക്കുകളാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ ആ കൂട്ടര് മുശ്രിക്കുകളായി. ഈ വൈരുദ്ധ്യാധിഷ്ഠിത വ്യാജ തൗഹീദിന്റെ ഫാക്ടറിയിൽ നിന്നല്ലേ നിങ്ങൾ വരുന്നത്? ആദ്യം അത് ശരിയാക്കി, ആദ്യം അടിത്തറ ശരിയാക്കി, പിന്നെ നമുക്ക് കൊമ്പ് വെട്ടാം. ആദ്യം അടിത്തറ ശരിയാക്കിയിട്ട് തൗഹീദ് ശരിയാക്കിയിട്ട് കൊമ്പ് വെട്ടാം. മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കൂ നിങ്ങൾ. വൽഹാസിലു കഅന്നഹു സുബ്ഹാനഹു വതആല ഖാല യാ മുഹമ്മദ് ഇദാ സുഇൽത ഫീ ഗൈരി ഫകുൻ അൻതൽ മുജീബ്. റാസിയുടെ ഇബാറത്തിനെ സംബന്ധിച്ചുള്ള റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞത് ദുആ വേളയിൽ തവസ്സുൽ പാടില്ല എന്നല്ല. റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞത് എന്താണ്? കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം. അടുത്ത തവണ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ആ റാസിയുടെ ഇബാറത്ത് ഒന്ന് തൊട്ടു നോക്ക്.
അപ്പോൾ ഞാനിവിടെ വായിച്ചർത്ഥം വെക്കും. റാസിയുടെ പേരിൽ കളവ് പറഞ്ഞു, സുയൂത്തി ഇമാമിന്റെ പേരിൽ കളവ് പറഞ്ഞു. നിങ്ങൾ ഓതി വെച്ച ഖുർആന്റെ ആയത്തിൽ തന്നെ നിങ്ങൾക്ക് മറുപടി ഉണ്ട്. ആ പറഞ്ഞതൊക്കെ ഇബാദത്തിനെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് വിഷയം? വിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീർ ഗ്രന്ഥമായ ഈ തഫ്സീർ റാസിയിൽ എവിടെയും നമുക്ക് തവസ്സുൽ പാടില്ല എന്ന് കാണാനേ സാധ്യമല്ല. അപ്പോൾ ഇപ്പറഞ്ഞത് എന്താണ്? അത് ഇമാമുമാർ തന്നെ, ഇമാം റാസി തങ്ങൾ തന്നെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നാടകം കളിച്ച് ജനങ്ങളെ പറ്റിക്കുകയോ ആണ് ഇവർ ചെയ്യുന്നത്. വിശുദ്ധമായ ഖുർആനിൽ യസ് അലൂനക്ക എന്ന് പറയുന്ന നിരവധി ആയത്തുകളുണ്ട്. നബിയെ, അങ്ങയോട് ചോദിച്ചാൽ, ഉദാഹരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ ഇവിടെ പറയുന്നുണ്ട്. യസ് അലൂനക്ക അനിർ റൂഹ്, നബിയെ റൂഹിനെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ കുൽ, നബിയെ തങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം, അർ റൂഹു മിൻ അംരി റബ്ബി, കുലിർ റൂഹു മിൻ അംരി റബ്ബി. അവിടെ ആ ജവാബിൽ കുൽ നബിയെ തങ്ങൾ പറയുക എന്നത് കാണാം. യസ് അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ കുറിച്ച് നബിയെ അങ്ങയോട് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നബിയെ തങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നിരവധി ആയത്തുകൾ. യസ് അലൂനക മാദാ യുൻഫിഖൂന, കുൽ, നബിയെ തങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കുക. ഇവിടൊക്കെ കുൽ, നബിയെ തങ്ങൾ പറയുക എന്നുണ്ട്. അതേ സമയത്ത് ഇവിടെ വിഷയീഭവിക്കുന്ന ആയത്ത് വഇദാ സഅലക ഇബാദി അന്നി ഫഖുൽ ഇന്നി എന്നില്ല. നബിയെ അങ്ങയോട് ചോദിച്ചാൽ വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചാൽ, അന്നി, എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണ് എന്ന് മറുപടി പറഞ്ഞു കൊടുക്കുക. അവിടെ ഫഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്നി ഖരീബ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇമാമുമാർ വിശദീകരിക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇത് ഇവരീ വായിക്കുന്നത് തഫ്സീർ റാസിയിലെ 3ാമത്തെ വോള്യമാണ്. തഫ്സീർ റാസി പലതുണ്ടല്ലോ, അഥവാ പല വോള്യങ്ങളുണ്ട്. അതിൽ മറ്റൊരു സ്ഥലത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് 11ാമത്തെ വോള്യത്തിൽ ത്വാഹ സൂറത്തിന്റെ റബ്ബിശ്റഹ് ലി സദ്രി എന്ന് പറയുന്ന ആ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് ഈ സംഭവം വളരെ വിശാലമായിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് ഫഇന്നി ഖരീബുൻ, ഞാൻ അടുത്തവനാണ് എന്ന് പറഞ്ഞിട്ട് പറയണ വലം യദ്കുറു ഫീ ജവാബിഹി ഖുൽ, ഖുൽ എന്ന് അവിടെ പറഞ്ഞില്ല. ബാക്കിയുള്ള യസ് അലൂനക്ക എന്ന് ആവർത്തിച്ചു വരുന്ന ആയത്തുകളിലൊക്കെ ഖുൽ, നബിയെ തങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കുക എന്നുണ്ട്. ഇവിടെ അത് പറയുന്നതിനു പകരം ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞു. ഫഫീഹി വുജൂഹുൻ, അതിലെ ന്യായങ്ങൾ നിരത്തുകയാണ്. എന്തുകൊണ്ട് അല്ലാഹു അങ്ങനെ പറഞ്ഞു? അഹദുഹാ അന്ന ദാലിക യദുല്ലു അലാ തഅലീമി ഹാലി ദുആഇ, ആ ദുആഇന്റെ ബഹുമാനത്തെയാണ് അറിയിക്കുന്നത്. വഅന്നഹു മിൻ അഅ്ളമിൽ ഇബാദാത്ത് ഫകഅന്നഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആല പറഞ്ഞതുപോലെയാണ്, യാ ഇബാദി യാ അബ്ദി, എന്റെ അടിമേ, അൻത ഇന്നമാ തഹ്താജു ഇലൽ വാസിത്തത്തി ഫീ ഗൈരി ദുആ, അല്ലാത്ത സമയത്ത് എന്നിൽ നിന്ന് പല വാസിത്തകളും ഉണ്ടാകാം. അമ്മാ ഫീ മഖാമി ദുആഇന്റെ മഖാമിൽ ഫലാ വാസിത്തത ബൈനി ബിക്, എന്റെയും നിന്റെയും ഇടയിൽ ഒരു വാസിത്തയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മറുപടി പറയുമ്പോൾ, അതിന് ജവാബ് നൽകുമ്പോൾ ഒരു വാസിത്തയും ഇല്ല. അത് റാസി ഇമാമ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നോക്കുക, വൽ ഹാസിലു, ഈ പറഞ്ഞതിന്റെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 3-4 വരി താഴെയാണ്. ഈ പച്ച അടയാളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു 3-4 വരി താഴെയാണ്. എന്താ പറയുന്നത്? വൽ ഹാസിലു, ഇതിന്റെ രത്ന ചുരുക്കം, കഅന്നഹു സുബ്ഹാനഹു വതആല ഖാല, അല്ലാഹു പറയുന്നത് പോലെയാണ്, യാ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സുഇൽത അൻ ഗൈരി, ഇവിടെ എന്താണ്? വഇദാ സഅലക ഇബാദി അന്നി, അല്ലാഹുവിനെ തൊട്ടാണ് ചോദിക്കുന്നത്. മറ്റു കാര്യങ്ങൾ അങ്ങയോട് ചോദിച്ചാൽ ഫകുൻ അൻതൽ മുജീബ്, നബിയെ അങ്ങ് അതിന് മറുപടി പറയുക. വഇദാ സുഇൽത അന്നി, എന്നെ തൊട്ട് ചോദിക്കുകയാണെങ്കിൽ ഫസ്കുത്ത് അൻത ഹത്ത അകൂന അനൽ ഖായിൽ, നബിയെ തങ്ങൾ അതിന് പറയേണ്ട, അതിന് ഞാൻ മറുപടി പറഞ്ഞോടാ. അനൽ ഖായിൽ, ഞാൻ പറഞ്ഞോടാ. അഥവാ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാസിത്ത ഇല്ലാതെ തന്നെ പറയാം എന്ന രൂപത്തിൽ, അഥവാ ജവാബ് നൽകുന്നിടത്ത്, അള്ളാഹു ഇജാബത്ത് നൽകുന്നിടത്ത് വാസിത്ത ഇല്ലാതെ ഇജാബത്ത് നൽകാം എന്നാണ് അതിന്റെ താല്പര്യം. അതല്ലാതെ ഒരു അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു വാസിത്തയും ഒരു തവസ്സുലും വേണ്ട എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയൂല. ഇതാണ് തെറ്റിദ്ധരിപ്പിക്കൽ. ഇനി റാസി ഇമാം തവസ്സുലിനെ കുറിച്ച് പറഞ്ഞത് എന്താണോ
അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ഈ തെറ്റിദ്ധരിപ്പിക്കൽ ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം. ഇമാമുമാരുടെ കിതാബുകളിൽ 2 വരി വായിച്ച് ബാക്കിയുള്ളത് വായിക്കാതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഈ കൃത്രിമ തൗഹീദ് നിങ്ങൾ നിർത്തണം. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ 100-ാം വാർഷികം എന്നൊക്കെ പറഞ്ഞ് നല്ല ബിൽഡപ്പിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഈ അനസ് മൗലവി എത്ര കാലമായി ഈ സംഗതി എന്നെ ആവർത്തിച്ച് പ്രസംഗിക്കുന്നു, ഒന്ന് നിർത്തിക്കൂടെ? കിതാബിൽ വ്യക്തമായിട്ട് കാണുന്നതല്ലേ. എന്തിനാണ് മഹാന്മാരുടെ കിതാബുകളെ ഇങ്ങനെ വക്രീകരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ശർറുകളെ തൊട്ട് ഉമ്മത്തിനെ കാക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.